ഡെയിലി മീഡിയയിലേക്ക് സ്വാഗതം. 2021 പൂർത്തിയാകും വരെ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും പ്രകൃതിവാതകത്തിനു വേണ്ടി പ്രധാനമായും ആശ്രയിച്ചിരുന്നത് റഷ്യയെ ആയിരുന്നു. യുക്രൈനെതിരെ റഷ്യ ആക്രമണം തുടങ്ങിയതോടെ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു. റഷ്യക്കെതിരായ ഉപരോധത്തിന് യൂറോപ്യൻ രാജ്യങ്ങളും നിർബന്ധിതരായി. ഇതോടെ റഷ്യയിൽ നിന്നുള്ള വാതകം ഇറക്കാൻ പറ്റാതായി യൂറോപ്പിന്. ലോകത്തെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി രാജ്യങ്ങളിലൊന്നാണ് ഖത്തർ. അമേരിക്കയും റഷ്യയുമൊക്കെ ഈ പട്ടികയിലുണ്ടെങ്കിലും ഖത്തറിൻ്റെ പ്രകൃതിവാതക ശേഖരം ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇറാൻ അതിർത്തിയോട് ചേർന്ന ഖത്തറിലെ പ്രദേശം ലോകത്തെ ഏറ്റവും വലിയ പ്രകൃതിവാതക പാടങ്ങളിലൊന്നാണ്. എന്നാൽ റഷ്യയെ ഒഴിവാക്കി ഖത്തറിനെ ആശ്രയിച്ച യൂറോപ്പിന് ഇപ്പോൾ ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ് ഖത്തർ. യൂറോപ്പിന് വാതകം നൽകണമെന്ന് അമേരിക്ക ഖത്തറിനോട് ആവശ്യപ്പെട്ടിരുന്നു. നേരത്തെ പല രാജ്യങ്ങളുമായി ദീർഘകാല വ്യാപാര കരാർ ഒപ്പുവെച്ചതിനാൽ വലിയ തോതിൽ വിതരണം ചെയ്യാൻ കഴിയില്ലെങ്കിലും സാധ്യമായ അളവിൽ നൽകാമെന്ന് ഖത്തർ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അടുത്തിടെ യൂറോപ്പിൽ കൊണ്ടുവന്ന പുതിയ നിയമമാണ് ഖത്തറിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. നിയമത്തിൻ്റെ മറ പിടിച്ച് ഖത്തറിനെതിരെ വൻ തുക പിഴ ചുമത്തിയാൽ യൂറോപ്പിലേക്കുള്ള പ്രകൃതിവാതകം കയറ്റുമതി നിർത്തേണ്ടി വരുമെന്നാണ് ഖത്തർ ഊർജ്ജമന്ത്രി സാദ് അൽ കാഴ്ബി ഫിനാൻഷ്യൽ ടൈംസിനോട് വ്യക്തമാക്കിയത്. ഖത്തർ കടുത്ത തീരുമാനമെടുത്താൽ യൂറോപ്പിൽ വിളക്ക് കത്തിക്കുന്നത് പോലും പ്രതിസന്ധിയിലാകും. കാരണം വൈദ്യുതി ഉൽപ്പാദനത്തിന് യൂറോപ്പ് പ്രധാനമായും ആശ്രയിക്കുന്നത് വാതകത്തെയാണ് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. കോർപ്പറേറ്റ് സസ്റ്റൈനബിലിറ്റി ഡ്യൂ ഡിലിജൻസ് ഡയറക്റ്റീവ് എന്ന പുതിയ നിയമം യൂറോപ്യൻ രാജ്യങ്ങൾ അടുത്തിടെ അംഗീകരിച്ചിരുന്നു. യൂറോപ്പിലേക്ക് ചരക്കുകൾ അയക്കുന്ന കമ്പനികൾ നിർബന്ധിത തൊഴിൽ, പരിസ്ഥിതി നാശം എന്നിവയിൽ ഏർപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് പുതിയ നിയമം അനുശാസിക്കുന്നു. ഇത്തരം കമ്പനികൾക്കെതിരെ നടപടിയെടുക്കണമെന്നും അവരുടെ വരുമാനത്തിൻ്റെ 5% പിഴ ചുമത്തണമെന്നും ആവശ്യപ്പെടുന്നു. യൂറോപ്പിലേക്ക് വാതകം അയക്കുന്നത് വഴി 5% നഷ്ടം വരികയാണെങ്കിൽ യൂറോപ്പിലേക്ക് ചരക്ക് അയക്കില്ല എന്നാണ് ഖത്തറിൻ്റെ മന്ത്രി പറഞ്ഞത്. ഖത്തർ എനർജിയുടെ 5% പണം എന്നത് ഖത്തർ എന്ന രാജ്യത്തിൻ്റെ വരുമാനത്തിൻ്റെ ഭാഗമാണ്. അതായത് ഖത്തറിലെ ജനങ്ങളുടെ പണമാണ്. അത്തരത്തിൽ പണം നഷ്ടപ്പെടുത്താൻ സാധിക്കില്ലെന്നും സാദ് അൽ കാഴ്ബി വ്യക്തമാക്കി. ഖത്തർ ഭരണകൂടത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഊർജ്ജ കമ്പനിയാണ് ഖത്തർ എനർജി. ഇതിൻ്റെ CEO കൂടിയാണ് സാദ് അൽ കാഴ്ബി. പുതിയ നിയമം യൂറോപ്പ് പുനർപരിശോധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പ്രകൃതിവാതക ഉൽപ്പാദനം കൂട്ടാൻ ഖത്തർ ആലോചിക്കുന്നുണ്ട്. നിലവിൽ പ്രതിവർഷം 77 ദശലക്ഷം ടൺ വാതകമാണ് ഖത്തർ ദ്രവീകരിക്കുന്നത്. 2027 ആകുമ്പോൾ 142 മില്യൺ ടൺ ആക്കണമെന്നതാണ് ഖത്തറിൻ്റെ ലക്ഷ്യം. ഇതുപോലുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.